ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. 10 മിനിറ്റ് കൊണ്ട് കറി പോലെ ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചേക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഈ ഒരു സൈസിലേക്ക് നമ്മൾ എടുത്തിരിക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് വലുതായിട്ട് എടുക്കാം. നമ്മളൊരു പൊറോട്ട പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കാം. വലുതായിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, അതായത് ഒരു പിഞ്ചോളം കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരു പിഞ്ചോളം മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇട്ടിട്ട് മൊത്തത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്താകുന്ന രീതിക്ക് പരത്തിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പന്നീരാണ്. പന്നീരും കൂടെ ചേർക്കാം വേണമെങ്കിൽ. പിന്നെ ഞാൻ അടുത്ത പൊറോട്ട ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വന്നിട്ട് ഇതുപോലെ പന്നീർ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മടക്കി കൊടുത്താലും മതി, എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ നിർത്തി വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തായിട്ട്, രണ്ടറ്റത്തും കട്ട് ചെയ്യേണ്ട, സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഗാർലിക്കും പന്നീരും പുറത്ത് വരാത്ത രീതിക്ക് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മളതിന് റൗണ്ടിലാക്കി എടുക്കാൻ കേട്ടോ. കണ്ടല്ലോ, ഒന്നും പുറത്ത് വന്നില്ല. ഇതിന് ശേഷം ഇതിങ്ങനെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ റൗണ്ടായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അതിൻ്റെ അറ്റം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. അതിന് ശേഷം മാവിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസാക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഗാർലിക്കും നമ്മൾ പന്നീരിട്ടാലും നമുക്ക് വലുതായിട്ടും പരത്താൻ പറ്റില്ല, നമ്മളത് പൊട്ടി വരുന്ന പോലെയാവും. അപ്പോൾ പതുക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട്, ഈ ഒരു തിക്നെസ് കറക്റ്റാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പൊട്ടാതെ കറക്റ്റായിട്ട് അത് ചുട്ടെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലേക്കാണ് പരത്തുന്നത്. അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് വേറൊന്നും കൂടെ കാണിക്കണം. അപ്പോൾ ഇതും ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയതിന് ശേഷം അതിലേക്ക് നെയ്യ് തേച്ച് കൊടുക്കുക. ചെറിയ ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇപ്പം ഞാനിതിലേക്ക് വീണ്ടും കുറച്ച് വെളുത്തുള്ളിയും പന്നീരും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇതിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ റോൾ ചെയ്തിട്ട് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും കറക്റ്റായിട്ട് പരത്തിയെടുക്കണേ. അങ്ങനെ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പരത്തിയിട്ടുണ്ട്. ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മൾ കല്ലും ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യം ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവായതിന് ശേഷം പിന്നെ നമ്മൾ നെയ്യോ ഓയിലോ നമ്മുടെ അടുത്ത് ഏതാ ഇഷ്ടമുള്ളത് അതുപോലെ, അല്ലെങ്കിൽ ബട്ടറോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ പോലെ നമുക്കത് ഏത് വേണ്ടത് അതുപോലെ ഒഴിച്ചു കൊടുക്കാം. നെയ്യാകുന്ന സമയത്ത് കുറച്ച് നല്ല മണം ഉണ്ടാവും. നമ്മൾ ഈ ഗാർലിക് നല്ല ചൂടായിട്ട് ഈ നെയ്യിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചൂടാക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ്, കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണെങ്കിലും ശരി, രാവിലെ കഴിക്കാനോ വൈകുന്നേരത്തോ എങ്ങനെയാണെങ്കിലും കറി പോലെ ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. എടുക്കുന്ന സമയത്ത് തന്നെ നല്ല പഞ്ഞി പോലെ വരുന്നുണ്ടാവും. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക.